listen carefully. Empowering ethically and enabling our youth through debates and thoughts. Only on White Tips. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ട ചർച്ചയുടെ ഒരു തുടർച്ച എന്ന വണ്ണം ഈ ആഴ്ചയിലും സാമൂഹിക പ്രതിബദ്ധത എന്നുള്ള വിഷയമാണ് ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ ചർച്ചയിൽ സമൂഹത്തിൽ ബലഹീനരായിട്ടുള്ള ആൾക്കാരോടുള്ള നമ്മുടെ പ്രതിബദ്ധത എന്താണ്, അതോടൊപ്പം തന്നെ നമ്മുടെ മുതിർന്ന പൗരന്മാരോടുള്ള നമ്മുടെ പ്രതിബദ്ധത എന്താണ്, ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചർച്ച ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ ചർച്ചയ്ക്ക് നമ്മെ നേതൃത്വം നൽകി സഹായിപ്പാനായിട്ട് വന്നിട്ടുള്ള വിശിഷ്ട അതിഥികളെ വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ വിൽസൺ റിക്കി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ്, ദേവഗിരി കോളേജ്. പ്രൊഫസർ റേച്ചൽ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ്, ദേവഗിരി കോളേജ്. Professor Jose John, HOD, Department of Chemistry, Devagiri College. Mr. Jiju Varghese, Motivation Speaker, Trainer and Radio Jockey. Reverend Dr. George Varghese, Marthoma Guidance and Counseling Center, Ernakulam. സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് നമ്മുടെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത ഏതൊക്കെ രീതിയിൽ പ്രാവർത്തികമാക്കാം എന്നുള്ളതാണല്ലോ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ കുടുംബവുമായിട്ടുള്ള പ്രതിബദ്ധതയിൽ നമുക്കതെങ്ങനെ ആരംഭിക്കാം, കുടുംബത്തിൽ പരസ്പര ബന്ധങ്ങൾ നമ്മൾ പഠിക്കുന്നു, ആ ബന്ധങ്ങൾ നമ്മൾ സമൂഹത്തിലേക്ക് പ്രാവർത്തികമാക്കുന്നു. ഞാൻ എന്നെക്കുറിച്ച് തന്നെ വിലയുള്ളവനാകുമ്പോൾ എനിക്ക് മറ്റുള്ളവരെക്കുറിച്ച് വിലയുണ്ടാകുന്നു. സമൂഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സമൂഹത്തോടുള്ള പ്രതിബദ്ധത അതൊരു വലിയ ഉത്തരവാദിത്വം തന്നെയാണ്. സമൂഹം, നമ്മുടെ ചുറ്റുപാടുകൾ എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം, നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ പലതും നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തു. എന്നാൽ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമൂഹത്തിൽ വീക്കായിട്ടുള്ള ചില ആളുകളുണ്ട്, ബലഹീനന്മാരായിട്ടുള്ള ചില ആളുകളുണ്ട്. ബലഹീനത എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടുള്ള ബലഹീനതയാകാം, മാനസികമായ ബലഹീനതയാകാം, സാമ്പത്തികമായ ബലഹീനതയാകാം. ഇങ്ങനെ പല രീതിയിലുള്ള ബലഹീനതകളുണ്ട്. ഒരു വീക്കർ സെക്ഷനുണ്ട്. അങ്ങനെയുള്ള ബലഹീനന്മാരായിട്ടുള്ള ആൾക്കാരോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണം, അവരോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം, ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ഇന്ന് ചർച്ച ചെയ്യാം എന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ സമൂഹത്തിന് ഇന്ന് ആവശ്യമായിരിക്കുന്നത് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളെയാണ്. You are accepted on the basis of your performance. അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ നമ്മളെല്ലാവരും നമ്മുടെ പെർഫോമൻസ് എത്രയും മെച്ചമാക്കാനായിട്ട് ശ്രമിക്കും. കാരണം പെർഫോമൻസ് മെച്ചമായെങ്കിലേ എനിക്ക് അംഗീകാരം കിട്ടത്തുള്ളൂ, എനിക്ക് വളർച്ച കിട്ടത്തുള്ളൂ. എന്നാൽ ഈ പെർഫോമൻസ് മെച്ചമാക്കാനായിട്ട് സാധിക്കാത്ത ഒരു കൂട്ടം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ളവരോടുള്ള നമ്മുടെ സമീപനം എന്താണ്? അപ്പോൾ പെർഫോമൻസ് ഇല്ലാത്ത, അല്ലെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പെർഫോമൻസ് ഇല്ലാത്ത ഒരു വിഭാഗത്തെ നമ്മൾ അവഗണിക്കുന്നുണ്ടോ, അവരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, അവരെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കുന്നുണ്ടോ, ഈ കാര്യങ്ങളാണ് കൂടുതലായിട്ട് നിങ്ങളിൽ നിന്ന് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ
പൊതുവെ പല രീതിയിലും സമൂഹമായിട്ട് ബന്ധപ്പെടുമ്പോൾ പല രീതിയിലുള്ള ബലഹീനരായിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ശാരീരിക ബലഹീനതയുണ്ട്, മാനസിക ബലഹീനതയുണ്ട്. ഇങ്ങനെയുള്ള ബലഹീനന്മാരായ ആൾക്കാരെ കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്താ? ഒരു സിമ്പതി അല്ലേ? അയ്യോ കഷ്ടമായിപ്പോയി അല്ലേ, അവൻ്റെ പരിധി കണ്ടേ കഷ്ടമായിപ്പോയി അല്ലേ. എന്താ ഇവിടെ ആരോ പറയാൻ ശ്രമിച്ചല്ലോ, ആരായിരുന്നു? ഭൂമിയിലേക്ക് ദൈവം ആരെയും ബലഹീനരായിട്ട് ഇതുവരെ അയച്ചിട്ടില്ല. അപ്പം നമ്മൾ അവരെ ബലഹീനരായിട്ട് കാണുമ്പോൾ മാത്രമാണ് അവർ ബലഹീനരായിട്ട് നമ്മുടെ മുമ്പിൽ അവർ കാണപ്പെടുന്നത്. അപ്പം നമ്മൾ അവരെ ബലഹീനരല്ലാണ്ട് നോക്കി കാണുകയും കാണണം എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷെ ഇപ്പം കാണുന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയത്. അദ്ദേഹം പറഞ്ഞ് ഇങ്ങനെയുള്ളവരെ കാണുന്ന ഉടനെ അത് ഞങ്ങൾ അയ്യോ കഷ്ടം, പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ഒരു സിമ്പതിയാണ്, അയ്യോ കഷ്ടം എന്നുള്ളതാണ്. അപ്പോൾ ഈ ബലഹീനരായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ കഷ്ടമെന്ന് നമ്മൾ പറയുന്നത് നമ്മൾ എങ്ങോട്ട് നോക്കുമ്പോഴാണ് ഈ കഷ്ടമെന്ന് തോന്നുന്നേ? അങ്ങനെ അവരുടെ വീക്കർ പോയിന്റിലേക്ക് നോക്കുമ്പോഴാണ്, അവരുടെ ബലഹീനതയിലേക്ക് നോക്കുമ്പോഴാണ് കഷ്ടം എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. ഈ ബലഹീനതയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ എന്ന് നമ്മൾ അയ്യോ പാവം കഷ്ടം കഷ്ടമെന്ന് പറയുകയുള്ളൂ അല്ലേ. ഈ ബലഹീനതയുള്ളവൻ്റെ പിറകിൽ അവനൊരു വ്യക്തിത്വം ഇല്ലേ? തീർച്ചയായും എല്ലാവർക്കും ഇപ്പോൾ പൂർണ്ണമായി ഫിസിക്കലി ഫുള്ളി ഏബിൾഡ് ആയിട്ടുള്ളൊരു വ്യക്തിക്കും അയാളിലും ഒരു ബലഹീനതയുണ്ട്. പുറത്തേക്ക് കാണുന്നതല്ലെങ്കിലും ഒരു ബലഹീനത അയാളുടെ അകത്തുമുണ്ട്. മറ്റേ ആൾക്ക് അത് ഫിസിക്കലി ആണെങ്കിൽ ഫിസിക്കലി ഏബിൾഡ് ആയിട്ടുള്ളൊരു വ്യക്തിക്ക് വേറൊരു തലത്തിലായിരിക്കും. പക്ഷേ ഫിസിക്കലി ഫിറ്റ് അല്ലാത്ത അങ്ങനെ പറയപ്പെടുന്ന ഒരാൾ അയാൾക്ക് മറ്റൊരു മേഖലയിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ മറ്റൊരു വ്യക്തിയേക്കാൾ കഴിവ് വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ ആ കഴിവ് അയാളെ കണ്ടുപിടിക്കാൻ സഹായിക്കുക എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. എങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ സമൂഹത്തിൽ അവർക്കും ഒരു വ്യക്തിത്വം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും സാധിക്കും. പക്ഷെ അതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. ചെയ്യുന്നതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഇവരോടുള്ള നമ്മുടെ മനോഭാവം ഒന്ന് നോക്കാം. ഇദ്ദേഹം എന്തോ പറയാൻ ശ്രമിക്കാൻ പറഞ്ഞാട്ടെ. ശരിക്കും നമുക്ക് അവരോട് വേണ്ടത് സിമ്പതി അല്ല, എമ്പതിയാണ് വേണ്ടത്. ഡിസേബിൾഡ് എന്നല്ല ശരിക്കും ഇപ്പം ഇന്നത്തെ കാലത്ത് നമ്മൾ പറയുന്നത് ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് കഴിവുണ്ട്. പലർക്കും പല കഴിവാണ് ദൈവം കൊടുത്തിട്ടുള്ളത്. അതിനനുസരിച്ച് അവരുടേതായ കഴിവുകൾ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ ഡാർവിൻ്റെ ഒക്കെ പരിണാമ സിദ്ധാന്തത്തിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നാണല്ലോ പറയുന്നത്. ഒരു പരിധിവരെ ഫിറ്റസ്റ്റ് ആണ് എന്നും സമൂഹത്തിൽ മുന്നോട്ട് നിൽക്കുന്നത്. പക്ഷേ ഈ ഫിറ്റസ്റ്റിനെ മാത്രം നോക്കാതെ സമൂഹത്തിൽ എവിടെയൊക്കെയോ അവഗണിക്കപ്പെടുന്ന ഈ ഒരു ഒറ്റപ്പെട്ട ഒരു വിഭാഗത്തെ മുന്നോട്ട് കൊണ്ടുവരിക, അവരെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ഉത്തരവാദിത്തമാണ്. അവരോടുള്ള നമ്മുടെ മനോഭാവത്തിൽ ഒരു മാറ്റമുണ്ടാകേണ്ട ആവശ്യമുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ജിജു സാറേ, ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി ഏതായാലും ഒരു റിയാലിറ്റിയാണ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഒരു വീക്കർ സെക്ഷൻ ഈസ് ഓൾവേസ് ദെയർ. അങ്ങനെയുള്ളൊരു കമ്മ്യൂണിറ്റിയോടുള്ള നമ്മുടെ ഇപ്പോഴത്തെ മനോഭാവം എന്താണ്? ആ മനോഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞാട്ടെ. വളരെയധികം ആവശ്യങ്ങൾ ഇതിനായിട്ട് ഞാൻ കാണുന്നുണ്ട്. നമ്മൾ പിന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ അച്ഛൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു മെൻ്റലി ചാലഞ്ച്ഡ് ആയിട്ടുള്ളൊരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ ആ കുട്ടിയെ വീടിൻ്റെ അകത്തെ മുറിയിലോട്ട് മാറ്റി നിർത്തി പുറത്ത് കൊണ്ടുവരാതിരിക്കുകയും അങ്ങനത്തെ ഒരു കംപ്ലീറ്റ്ലി ഡിസ്കാർഡ് പലയിടത്തും ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഇപ്പം മാറി വന്നേച്ച് പല രീതിയിൽ നമ്മൾ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുള്ളതേ ഉള്ളൂ. ഇനിയും വളരെയധികം മാറ്റങ്ങൾ കാണാനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുമ്പ് ആ കുട്ടി പറഞ്ഞ പോലെ ഡിഫറെൻ്റ്ലി ഏബിൾ ഒരു കുട്ടിക്ക് ചിലപ്പം ഫിസിക്കൽ ഡിസേബിലിറ്റി ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഹിസ് ഫിസിക്കൽ ഡിസേബിലിറ്റി ദാറ്റ് വി ഷുഡ് കോൺസെൻട്രേറ്റ് ഓൺ. ചിലപ്പം മെൻ്റലി വളരെയധികം ഒരു വ്യത്യസ്ത ലെവലിലായിരിക്കും വളർന്നു വരുന്ന ഒരു കുട്ടി. ഈ വളരെയധികം നമ്മൾ നോട്ടീസ് ചെയ്യുന്നതാണ് നമ്മുടെ ഫിലിം സ്റ്റാർസിൽ വെച്ച് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അഭിഷേക് ബച്ചൻ, ഹി വാസ് ഹാവിങ് എ മേജർ ഡിസേബിലിറ്റി ഇൻ ടേംസ് ഓഫ് ലേണിംഗ് ഡിസേബിലിറ്റി. പക്ഷെ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്തേച്ച് ഹീസ് ബിക്കം എ വെരി ഗുഡ് ആക്ടർ നൗ. അതുപോലെ തന്നെ പല കേസസ് നമ്മൾ കാണുന്നുണ്ട്. അത് സാധിക്കുന്നത് ഇസ് ഓൺലി ബിക്കോസ് ഓഫ് ദി കംപ്ലീറ്റ് കമ്മിറ്റ്മെൻറ്റ് ഓഫ് ദി കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയുടെ ഒരു അംഗമാണ് ഞാൻ. ഒരു മാറ്റം ഉണ്ടായെങ്കിലേ അവരെ ഉൾക്കൊള്ളാൻ ഒക്കത്തുള്ളൂ എന്നുള്ള സാർ അതിനോട് എഗ്രി ചെയ്യുന്നുണ്ട്. സാറിൻ്റെ അഭിപ്രായം എന്നാ? വീക്കർ കമ്മ്യൂണിറ്റിയോടുള്ള മനോഭാവം പോസിറ്റീവാണ് എന്ന് പറയുന്ന ഒരു പരിധിവരെ നാട്യമാണ്. ഒന്നാമത് ഒരു വീക്കർ സെക്ഷനെ കൈകാര്യം ചെയ്യുന്നത് ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ളൊരു കുട്ടി അല്ലെങ്കിൽ വൃദ്ധരായ മാതാപിതാക്കൾ, ഇത്തരം ആളുകൾക്കൊന്നും സിമ്പതിയുടെ അശേഷം ആവശ്യമില്ല.
അവർക്ക് ആവശ്യമുള്ള ചില സഹായങ്ങളാണ്. ഉദാഹരണമായിട്ടൊരു വയസ്സുള്ള മനുഷ്യൻ, അയാൾക്ക് ഏറ്റവും പ്രധാനമായി ആവശ്യമുള്ളത് കേൾക്കാൻ ഒരാളെയാണ്. അയാളുടെ അടുത്ത് 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ നിങ്ങൾക്ക് എടുത്ത് ഇരുന്ന് കൊടുക്കാൻ സാധിക്കും, അദ്ദേഹത്തിന് പറയാൻ കേൾക്കാനുള്ളത്. ഇത് നിങ്ങൾ സഹനം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു വീക്കർ സെക്ഷനെ നമുക്ക് എത്ര വേണം സംസാരിക്കാം, അവർക്ക് വേണ്ടിയിട്ട് ബഹളം കൂട്ടാം, പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. അവർക്ക് വേണ്ടത് നിങ്ങളുടെ കുറച്ച് സഹനവും കുറച്ച് നിങ്ങളുടെ കുറച്ച് സമയവും സാന്നിധ്യവും സമയവും പ്രവൃത്തിയും ഒക്കെയാണ്. നമ്മൾ വെറുതെ നേരത്തെ പറഞ്ഞതുപോലെ അയ്യോ പാവം എന്ന് പറയുന്നത് അവർക്ക് ആവശ്യമേ ഇല്ല എന്നുള്ളതാണ് സത്യം. സാർ അതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ? സാറിൻ്റെ അഭിപ്രായം എന്നാ? മുമ്പൊക്കെ ഒരു ശാപമായിട്ട് കരുതി, ശാപം പോലെ കേസ് പോലെ ഇങ്ങനത്തെ കുട്ടി ജനിച്ചാൽ മെന്റലി ഒരു ഡിസബിലിറ്റി, ഒരു ശാപമായിട്ട് കരുതി ആളുകളൊക്കെ കണ്ടിരുന്നു ഒരു കാലത്ത്. ധാരാളം ആൾക്കാർ കണ്ടിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേ ആൾക്കാർ മാറിയിട്ടുണ്ട്. ഗവൺമെന്റിന് എത്രയോ സ്പെഷ്യൽ നീഡ്സ് സ്കൂൾ തന്നെ വന്നിട്ടുണ്ട്. കുട്ടികളെ വീട്ടിലൊതുക്കാതെ പുറത്ത് വിടുകയും പരിപാടികൾ പങ്കെടുപ്പിക്കുകയും അവരുടെ കലോത്സവങ്ങളും അവരുടെ പരിപാടികളും അവരുണ്ടാക്കുന്ന പ്രൊഡക്ട്സ് ഒക്കെ കോഴിക്കോട് അവരുടെ പ്രൊഡക്ട്സ് വിറ്റിട്ട് പൈസ ഉണ്ടാക്കി അവരെ സഹായിക്കുന്ന. അപ്പോൾ സമൂഹത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ പോരാ, കൂടുതലായിട്ട് മാറ്റങ്ങൾ വേണം. ഈ കുട്ടികളെയും കൂടെ സമൂഹത്തിൻ്റെ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. ടീച്ചറിൻ്റെ അഭിപ്രായം അതിനെക്കുറിച്ച്? സാറ് പറഞ്ഞ പോലെ ഒരു കാലത്ത് ഭയങ്കര ശാപമായിരുന്നു. അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് അമ്മമാരെ വീട്ടിൽ തന്നെ അവഗണിക്കുന്ന, പ്രത്യേകിച്ച് ഭർത്താക്കന്മാരും ഭർത്താവിൻ്റെ വീട്ടുകാരും ഒക്കെ അവഗണിക്കുന്ന ഒരു സ്റ്റേജ് കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം വിദ്യാഭ്യാസമെല്ലാം പുരോഗമിച്ചത് കൊണ്ട് തന്നെ കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നല്ല മാറ്റങ്ങൾ വരേണ്ട ആവശ്യമുണ്ട്. വിദ്യാർത്ഥികളുടെ ഇടയിലാണെങ്കിലും ഓഗസ്റ്റ് 15-നോ അല്ലെങ്കിൽ റിപ്പബ്ലിക് ഡേയുടെ അന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം അവരെ ഒരു ഓർഫനേജ് അല്ലെങ്കിൽ ഹോം പോയി വിസിറ്റ് ചെയ്യും, എന്തെങ്കിലും ഫുഡോ ഒക്കെ കൊടുക്കുന്ന പതിവുണ്ട്. പക്ഷേ ഇതിനും അപ്പുറം കുട്ടികൾക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ അവരുടെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്താൽ മാത്രം പോരാ. അവരുടെ ഷീറ്റ് ഇപ്പോൾ ഒരു വളരെ പ്രായോഗിക തലത്തിൽ എവിടെയൊക്കെ നമുക്ക് അവരെ സഹായിക്കാമോ ആ രീതിയിലുള്ള സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണമെന്നാണ് പറയുന്നത് അല്ലേ? ഇവരുടെ ഈ ഡിസബിലിറ്റിയിലേക്ക് നോക്കുമ്പോൾ ഒരു സിമ്പതി ഉണ്ടാകുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹം പറഞ്ഞു അവിടെ നമുക്ക് സിമ്പതി അല്ല, ഒരു എമ്പതി ഉണ്ടാകേണ്ടത്. ഒരു എമ്പതി ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ വല്ല മാറ്റം അവിടെ വേണ്ടി വരുമോ? തീർച്ചയായിട്ടും. നമ്മൾ ഇപ്പം സമൂഹത്തെ എങ്ങനെയാണോ നോക്കിക്കാണുന്നത് അതിൽ നിന്നൊരു മാറ്റം വരുത്തണം. ആദ്യം നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ മനോഭാവത്തിലാണ് മാറ്റം വരുന്നത്. അതേപോലെ നമ്മളിൽ എപ്പോഴാണോ ഒരു മാറ്റം, ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തി ഞാനായിരുന്നെങ്കിൽ അത് എനിക്കുണ്ടായ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലോ എനിക്ക് പരിചിതമായ ആളുകളിൽ ഉണ്ടാകുന്ന ഒരവസ്ഥയോ എന്നിലുണ്ടായ അവസ്ഥയോ ആണെന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഇതിലേക്കുള്ളൊരു മാറ്റം, ഇത് എൻ്റെ പ്രശ്നമാണ്, നമ്മുടെ മൊത്തത്തിലുള്ളൊരു പ്രശ്നമാണെന്നുള്ളൊരു തിരിച്ചറിവ് അപ്പോഴാണ്. ഇപ്പോൾ പൊതുവെ കാണുന്നത് അവനെ പോലെ ഞാൻ അല്ലാത്തതിനാൽ ദൈവമേ നിനക്ക് സ്തോത്രം നൽകി നമ്മൾ പറയുന്നത് അല്ലേ? അവനെ പോലെ ഞാൻ അല്ലാത്തതിനാൽ. അപ്പോൾ അത്രയും ബലഹീനെ കാണുമ്പോൾ ഞാൻ അത്രയും ബലമുള്ളവനാണല്ലോ എന്നൊരു ഓർമ്മ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നൊരു മനോഭാവം ഇന്നത്തെ കാലത്ത് കാണുന്നത് അല്ലേ? ആ മനോഭാവത്തിലൊരു മാറ്റം ഉണ്ടാകണം എന്നാണ് ഇദ്ദേഹം പറഞ്ഞു. നിങ്ങൾ എന്തോ? യെസ്, എൻ്റെ സുഹൃത്ത് പറഞ്ഞല്ലേ, ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും ആ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവണമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. അതാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടൊരു സ്റ്റുഡൻ്റ് ഉണ്ടെങ്കിൽ ആ ഒരു കുട്ടീനെ നമ്മൾ നോക്കിക്കാണുന്നത് അയ്യോ കഷ്ടം എന്നുള്ള രീതിയിലാണ്. പക്ഷേ ആ സ്ഥാനത്ത് നമ്മുടെ കുടുംബത്തിൽ എനിക്ക് എൻ്റെ ഒരു അനിയനോ അല്ലെങ്കിൽ എൻ്റെ ഒരു അനിയത്തിക്കാണ് അത് സംഭവിച്ചിരുന്നെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക, ആ ഒരു രീതിയിൽ വേണം നമ്മൾ നോക്കിക്കാണാൻ. അവർക്കുണ്ടായ ഈ ഒരു ബലഹീനത എന്നിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചെങ്കിൽ മാത്രമേ നമ്മളിൽ ആ മാറ്റം ഉണ്ടാകത്തുള്ളൂ. എന്നിലുണ്ടായിരുന്നെങ്കിൽ എന്നല്ല, നമ്മൾ അത് അറ്റ്ലീസ്റ്റ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു ക്ലിയർ കട്ട് അവയർനെസ് തന്നെ വേണം. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞാട്ടെ. എനിക്ക് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ +2 ലൈഫാണ്. കാരണം +2 ലൈഫിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് 15 ഇതുപോലെയുള്ള കുട്ടികളുടെ കൂടെ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് അനുഭവ സമ്പത്തുണ്ട് ഈ കാര്യത്തിൽ. കാരണം ഞാനായിരുന്നു അന്ന് ലീഡർ എൻ്റെ ക്ലാസ്സിൻ്റെ. അപ്പോൾ അന്ന് സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ നീ ഇവരുടെ കാര്യങ്ങൾ നോക്കണം. ആ സമയത്ത് ഞാൻ ആദ്യം CBSE സ്കൂളിലൊക്കെ പഠിച്ചൊരു കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് ആദ്യം ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ സത്യത്തിൽ അവരിൽ നിന്നും എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ ശരിക്കും പഠിക്കാനുണ്ട്. ഓരോ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റും ശരിക്കും നമുക്കൊരു പുസ്തകം പോലെയാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ ശരിക്കും ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അവരിൽ നിന്നും പഠിക്കാൻ പറ്റി. അവരോടുള്ള നമ്മുടെ മനോഭാവം മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
തീർച്ചയായിട്ടും എൻ്റെ മനോഭാവം കംപ്ലീറ്റ്ലി മാറി. കാരണം ഞാനായിരുന്നു ലീഡർ. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ ആ 15 കുട്ടികളും എൻ്റെ അടുത്ത് പറയും എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്. ഞാൻ അത്രയും, കാരണം എനിക്ക് എൻ്റെ വീട്ടിലുള്ള പോലെയായിരുന്നു. അവർക്ക് വന്ന് എന്നോട് പറയത്തക്കവണ്ണമുള്ള ഒരു നല്ല ബന്ധം എനിക്ക് സന്തോഷമുണ്ട്. വളരെ ഇപ്പൊ എനിക്ക് അഭിമാനം തോന്നുകയാണ്, എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി. ഇവരോടുള്ള മനോഭാവം മാറണമെന്ന് വരികിൽ നമ്മളുടെ കാഴ്ചപ്പാടിൽ എന്ത് മാറ്റം ഉണ്ടായിട്ട് പറഞ്ഞാൽ ഇത്ര നേരം പറഞ്ഞത് വെച്ച് ഈ മനോഭാവത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പം നമ്മൾ കൂടുതൽ എമ്പത്തറ്റിക് ആവണമെന്ന് പറഞ്ഞു. അവർ നമ്മളാൽ കഴിയുന്ന വിധം സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം എൻ്റെ ഒരു സംശയമാണ്, നമ്മൾ ഇങ്ങനെ ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് അല്ലെങ്കിൽ ഇത് സോ കോൾഡ് വീക്കർ സെക്ഷൻസിലെ ആൾക്കാരുമായിട്ട് നമ്മൾ അവരോട് കൂടുതലായിട്ട് എമ്പത്തറ്റിക് ആയിട്ട് കാണിക്കുകയാണ്, നമ്മൾ കൂടുതൽ അവരെ സഹായിക്കുകയാണ്. അപ്പം നമ്മുടെ സഹായം ഇല്ലാണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം അവർക്ക് ഓട്ടോമാറ്റിക്കലി അവരുടെ മനസ്സിൽ വരില്ലേ? അപ്പം അവിടെയാണ് നമ്മളിപ്പോൾ ഒരു വ്യക്തിയുടെ ബലഹീനതയെ കാണുമ്പോൾ അയ്യോ ഭാവം നമ്മൾ നടിക്കും. അയ്യോ ഭാവം നടിക്കുമ്പോൾ ഇവനെ എങ്ങനെ നമുക്ക് സഹായിക്കാം? സഹായിക്കുന്നത് എന്തിനാ? ഒരു ചാരിറ്റി വർക്ക്. നമുക്ക് അവർക്ക് കുറേ ചാരിറ്റി വർക്ക് കൊടുക്കാം, കുറച്ച് മരുന്ന് എത്തിച്ചു കൊടുക്കാം, കുറച്ച് ഉടുപ്പ് എത്തിച്ചു കൊടുക്കാം. ഇങ്ങനെയുള്ളൊരു സഹായമല്ല അവർക്ക് ആവശ്യമായിരിക്കുന്ന സഹായം. നിങ്ങളുടെ ചാരിറ്റി ആർക്കാ വേണ്ടേ? They are not objects of our charity. അങ്ങനെയുള്ള ഒരു ഓബ്ജക്റ്റ് അല്ല ഈ ബലഹീനരെന്ന് പറയുന്നത്. അങ്ങനെയാണെന്ന് വരികിൽ സാറേ ഈ ബലഹീനരോടുള്ള നമ്മുടെ മനോഭാവത്തിലൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ നമുക്ക് എങ്ങനെ മാറ്റം ഉണ്ടാക്കാം? ഈ ബലഹീനതയെ നോക്കിക്കൊണ്ടിരിക്കണോ അതോ അതിൻ്റെ പിറകിലുള്ള ആ വ്യക്തിത്വത്തെ നോക്കിയാൽ അവിടെ ഒരു മാറ്റം ഉണ്ടാവും? സാറിൻ്റെ അഭിപ്രായം എന്നാ? മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഈ ബലഹീനത വരുന്ന വശത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ കാരണമാണ് നമുക്ക് ഈ സിമ്പത്തി വരുന്നത്. അതേസമയത്ത് ആ വ്യക്തിത്വത്തിൻ്റെ ഉള്ളിലോട്ട് നോക്കിയാൽ പല രീതിയിൽ ആ കുട്ടിയോ ആ ഒരു വ്യക്തിയോ വളരെയധികം ടാലൻറ്റിൻ്റെ ഒരു ഉടമയായിരിക്കും. ആ ഒരു ടാലൻറ്റിനെ എടുത്ത് പോളിഷ് ചെയ്ത് നമ്മൾ പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ he can overcome his disability and become an asset to the organization എന്നാണ് ഞാൻ വളരെയധികം മൂന്നി പറയുന്നത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാൽ വയ്യാത്തയോ ഒരു കൈ വയ്യാത്തയോ അല്ലയോ ഏതോ ഒരു അംഗത്തിന് വൈകല്യം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിൽ അത് ധരിച്ച് ആ വ്യക്തിയോട് ഇടപെടുമ്പോൾ നമ്മൾ അവരുടെ കഴിവുകളെ വളരെയധികം ഓവർലുക്ക് ചെയ്തു പോകുന്നു. ആൻഡ് നമ്മുടെ ഈ സിംപത്തറ്റിക് അപ്രോച്ച് കുറെ കൂടെ ഗ്രോ ചെയ്യും. നമ്മൾ ഒരു വ്യക്തിയുടെ ഡിസബിലിറ്റിയിലേക്ക് മാത്രം നോക്കുമ്പോൾ നമ്മൾ അവരോട് സിമ്പതി മാത്രമേ കൊടുക്കാൻ ഒക്കത്തുള്ളൂ. കുറേ ചാരിറ്റിക്ക് വേണ്ടി വേറെ ചില സംഗതികളൊക്കെ നമ്മൾ ചെയ്തെന്ന് വരാം. അതല്ല ഇന്ന് ആവശ്യമെന്നാണ് പൊതുവെ ഉള്ള ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഡിസബിലിറ്റിയുടെ പിറകിലുള്ള ആ വ്യക്തിയെ നമ്മൾ കാണണം. എത്ര ഡിസേബിൾഡ് ആണെങ്കിലും അതിൻ്റെ പിറകിൽ അവനൊരു വ്യക്തിത്വമുണ്ട്. അവൻ്റെ വ്യക്തിത്വത്തെ നമ്മൾ കാണുകയും മാനിക്കുകയും ചെയ്ത് കഴിയുമ്പോൾ അവരോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും. അവിടെയാണ് ഇദ്ദേഹം പറഞ്ഞ ഒരു എംപതിക് അപ്രോച്ച് അവിടെയാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ ഡിസബിലിറ്റിയിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അയ്യോഭാവമുള്ളവരായി മാറും. എന്നാൽ അതിൻ്റെ പിറകിലുള്ള ആ പേഴ്സണെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ മനോഭാവത്തിൽ ഇദ്ദേഹം പറഞ്ഞതുപോലെയുള്ള ഒരു എംപതി ഉണ്ടാകാനായിട്ട് സാധിക്കും. എംപതി എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാമോ? അത് ശരിക്കും ആദ്യം പറഞ്ഞ പോലെ തന്നെ അവൻ ഞാനാന്നുള്ളൊരു അവനിൽ എന്നെ കണ്ടെത്തുക. അപ്പോഴാണ് ശരിക്കും ആ ഒരു എംപതി എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്. ആളിൻ്റെ ഫീലിംഗ് അതേ രീതിയിൽ ഞാൻ ഉൾക്കൊള്ളുക, ആളിൻ്റെ ചിന്താഗതി അതേ രീതിയിൽ ഞാൻ മനസ്സിലാക്കുക, ആ ആളിൻ്റെ അവസ്ഥ അതേ രീതിയിൽ ഞാൻ ഉൾക്കൊള്ളുക. അങ്ങനെ ഉൾക്കൊള്ളുമ്പോഴാണ് എനിക്ക് അയാളോടൊരു എംപതിക് മനോഭാവം ഉണ്ടാകുന്നതെന്ന് ഇദ്ദേഹം പറഞ്ഞതല്ലേ? വളരെ ശരിയാണ്. മറ്റൊരാളെ കാണുമ്പോൾ ആ ആളിൻ്റെ അവസ്ഥ അതേ രീതിയിൽ ഉൾക്കൊള്ളാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒരു മനോഭാവം നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതൊരു എംപതിക് അപ്രോച്ചായിട്ട് മാറും. അവിടെയാണ് നമുക്ക് ശരിക്കും ഒരാളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയാണെന്ന് വരികിൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അവഗണിക്കപ്പെടുകയും ഒറ്റപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു വീക്കർ സെക്ഷനുണ്ട്. അവരാണ് സീനിയർ സിറ്റിസൻസ് എന്ന് പറയുന്നത്. മുതിർന്ന പൗരന്മാർ, നല്ല പേരാ, മുതിർന്ന പൗരന്മാർ, സീനിയർ സിറ്റിസൻസ് എന്നൊക്കെ ഉള്ളത് അല്ലേ? ഇന്ന് ഈ സീനിയർ സിറ്റിസൻസിൻ്റെ നമ്പർ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫലമാകാം, ആരോഗ്യമുള്ള ഭക്ഷണത്തിൻ്റെ ഫലമാകാം, എന്തുകൊണ്ടുമൊക്കെ ഇവരുടെ സംഖ്യ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഈ സംഖ്യ വർദ്ധിക്കും തോറും പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടുമാണ് ഇരിക്കുന്നത്. ഈ പ്രായമുള്ളവരോടുള്ള നമ്മുടെ മനോഭാവം ഇന്ന്
നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു ആരോഗ്യപരമായ മനോഭാവമാണ് നമുക്കുള്ളതെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കേൾക്കട്ടെ. യെസ്. നമ്മളെല്ലാവരും ഇപ്പം സമൂഹത്തിൽ നമ്മളെല്ലാവരും ഒരു ഓട്ടത്തിലാണ്. മുന്നിലേക്ക് എത്തുക, ഏറ്റവും കൂടുതൽ നല്ലൊരു കണ്ടീഷനിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ യൂത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മിഡിൽ ഏജസിൻ്റെ ഒക്കെ ഒരു ലക്ഷ്യം. ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ കാലം കഴിഞ്ഞു വരുന്ന തലമുറയ്ക്കും നല്ലൊരു ജീവിതം എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഓട്ടത്തിനിടയിൽ ചിലപ്പോൾ അവർക്ക് വീക്കർ മീൻസ് പ്രായമായവർ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസിനെ അവർക്ക് എങ്ങനെ കൺസിഡറേഷൻ കൊടുക്കണോ അതുപോലെ കൺസിഡർ ചെയ്യാൻ പറ്റാതെ വരികയാണ്. അപ്പം നമ്മൾ എൻ്റെ പേരൻസൊക്കെ പറയും പണ്ടൊക്കെ ജീവിച്ചിരുന്നത് ഒരു നേരത്തെ ഭക്ഷണം ലഭിക്കാൻ അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഉള്ള സമ്പാദ്യം കൊണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ കഴിയുക. പക്ഷേ ഇപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ എല്ലാ കാര്യങ്ങളും വളർന്നുകൊണ്ടിരിക്കുക. ടെക്നോളജി ആയാലും എല്ലാം. ഇപ്പോൾ നമ്മുടെ പേരൻസ് ആയാലും നമ്മുടെ അടുത്ത് മറ്റൊരാളുകൾ കൂടുതൽ ഉയർന്നു പോകണം അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ മത്സര ബുദ്ധിയോടെയാണ് നമ്മൾ മത്സര ബുദ്ധിയോടുകൂടിയാണ് ഇന്ന് സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓടുന്ന ഓട്ടത്തിനിടയ്ക്ക് ഈ പ്രായമായവരെ നോക്കാൻ എവിടെ സമയം അല്ലേ? ഈ സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ ആവശ്യം എന്താ നിങ്ങൾക്കൊന്ന് പറയാമോ? അവരുടെ ഏറ്റവും വലിയ ആവശ്യം അതെ പറഞ്ഞാട്ടെ. സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ളവരുടെ ഏറ്റവും വലിയ ആവശ്യം എന്നാ? സർ, അവർക്ക് എപ്പോഴും അവർക്ക് കുറേ ചിന്തകളുണ്ട്. അവർ ഒരുപാട് അനുഭവമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് കൂട്ടിരുന്ന് അവരുടെ വാക്കുകൾ കേൾക്കാനുള്ള ഒരു കേൾവിക്കാരനെ അവർക്ക് ആവശ്യമുണ്ട്. എന്നുള്ളതല്ലേ? എന്നെ ആരെങ്കിലും ഒന്ന് കേൾക്കണം. എന്നെ കേൾക്കാൻ ആരുമില്ല എന്ന് തോന്നുമ്പോൾ അവർക്ക് അവരെക്കുറിച്ച് തോന്നുന്നത് എന്താ? അവഗണിക്കപ്പെട്ടവരാണെന്ന് ഞങ്ങൾ അവഗണിക്കപ്പെട്ടവരാണെന്നുള്ള ചിന്തയാണ് അവരുടെ മനസ്സിലൂടെ പോകുന്നത്. അവഗണിക്കപ്പെട്ടവരാണെന്ന് ചിന്തിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഫീലിംഗ് എന്നാ? ഞങ്ങൾ ഏകാന്തതയിലേക്ക് പോകുന്നു അല്ലേ? ലോൺലി ആകുന്നു, ഞങ്ങൾ ഒറ്റപ്പെടുന്നു അല്ലേ? അപ്പോൾ ഈ സീനിയർ സിറ്റിസൺസിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഞങ്ങളെ ആർക്കും വേണ്ട എന്നുള്ള ചിന്ത. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അവരോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കുമോ? നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുക വെച്ചാൽ അവർക്ക് വേണ്ടി നമ്മുടെ സമയത്തിൻ്റെ ഒരു ചെറിയ പങ്ക് മാറ്റിവെക്കാൻ കഴിയുകയാണെങ്കിൽ, അവർക്ക് ഒരു കേൾവിക്കാരനായി ഇരിക്കാൻ കഴിയുകയാണെങ്കിൽ അവർക്ക് അത്രയും സന്തോഷമായിരിക്കും. മുതിർന്നവരെ ഒന്ന് കേൾക്കാനായിട്ട് എൻ്റെ കുറച്ച് സമയം ഞാൻ മാറ്റിവെക്കും എന്നാണ് ഇദ്ദേഹം പറഞ്ഞു. സാറിന് എന്തോ പറയാനുണ്ടല്ലോ ഇതിനെക്കുറിച്ച്? ഞാൻ ഒരു വായിക്കുകയുണ്ടായിരുന്നു. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്, എസ്പെഷ്യലി ഫോർ യങ് പീപ്പിൾ ലൈക്ക് യു. ടൈം ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈം തന്നെ വി ആർ ബാങ്കിങ് ഇൻ ബൈ ഗിവിങ് സർവീസസ് ടു ദി കമ്മ്യൂണിറ്റി. ഇപ്പോൾ ഒരു വയസ്സുള്ള ഒരു കപ്പിൾ ഉണ്ടെങ്കിൽ അവിടെ ചെന്നേച്ച് ഞാൻ 1 മണിക്കൂർ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോഗിൻ ചെയ്തിരിക്കുന്ന 1 മണിക്കൂർ എനിക്ക് വേറെ വല്ലയിടത്തും ചെന്ന് എൻകാഷ് ചെയ്യാൻ നോക്കും. ഫോർ എക്സാമ്പിൾ, എനിക്ക് വല്ലയിടത്തും ദൂരെ വരെ ഡ്രൈവ് ചെയ്യാൻ പോകാനുണ്ട്. ഈ ടൈം ബാങ്കിലോട്ട് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ സംബഡി ഹു ക്യാൻ ബി വിത്ത് മീ ആസ് എ കോ ട്രാവലർ ആ 1 മണിക്കൂർ എനിക്ക് തരാൻ നോക്കും. അതുപോലത്തെ ഒരു ടൈം ഷെയറിങ് മെക്കാനിസം ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ യൂത്ത്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ടെക്നിക്കലി വെരി വെരി സാവി. വാട്സാപ്പും പല രീതിയിലുള്ള നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ഉള്ളതിൻ്റെ കാരണം ഐ എം ഷുവർ ഈ കമ്മ്യൂണിറ്റിയിൽ ഒരു നല്ല ടൈം ബാങ്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ എം വെരി കോൺഫിഡൻറ്റ് ദാറ്റ് ഈ ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ ടു എ ബിഗ് എക്സ്റ്റെൻറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ ഒക്കുന്ന ഞാൻ അവർക്ക് കുറച്ച് സമയം നമുക്ക് കൊടുക്കാൻ. സാർ, ഇങ്ങനെ കുറച്ച് സമയം കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് സാറിന് തോന്നുന്നുണ്ടോ ഈ പ്രായമുള്ള ആൾക്കാർക്ക്? എനിക്ക് അടുത്ത കാലത്ത് ഒരു സുഹൃത്തിൻ്റെ അനുഭവമുണ്ട്. അദ്ദേഹം വളരെ വളരെ വലിയ സൗഹൃദവലയമുള്ള വലിയൊരു മനുഷ്യനായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം രോഗബാധിതനായി, തീർത്തും അവഗണിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശ്നം അദ്ദേഹത്തിന് കമ്പനി കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് പറയും, ആരുമില്ല. അപ്പം ഞാൻ പോയി 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ ഇരുന്ന് കൊടുക്കും. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യം എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കര മുതൽക്കൂട്ടായിരുന്നു. അത്തരം മനുഷ്യരുടെ അറിവുകൾ, ജീവിതത്തിൻ്റെ അറ്റത്ത് നിൽക്കുന്ന അറിവുകൾ, അത് മറ്റുള്ളവർക്കില്ല വാസ്തവത്തിൽ. അത് വലിയൊരു പുസ്തകം വായിക്കുന്നതിനേക്കാളും ഇഫക്റ്റീവാണ്. അപ്പം അത്തരം കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്കത് അറിയാത്തത്. അത് ഒരു മുതിർന്ന മനുഷ്യൻ്റെ അടുത്ത് പോയി ഇരുന്ന് കഴിയുമ്പോൾ മനസ്സിലാവും അവരുടെ കയ്യിലുള്ളത് എന്താണെന്നുള്ളത്. നിങ്ങൾ പറഞ്ഞതിനോട് സാറ് അടിവരയിട്ട് അതിനെ കൂടുതൽ ഊന്നി പറയുകയാണ് ചെയ്യുന്നത്. അതായത് ഇവർ ഏകാന്തത അനുഭവിക്കുന്നവർക്ക് ആരെങ്കിലും ഒന്ന് കേൾക്കണമെന്ന് വലിയൊരാഗ്രഹമാണ്. അങ്ങനെ കേൾക്കാൻ അല്പസമയം ഞാൻ ചെലവഴിച്ചത് മൂലം എനിക്കുണ്ടായ വളർച്ച എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് സാറ് പറഞ്ഞത്. ഇദ്ദേഹം എന്തോ പറയാൻ ശ്രമിക്കാൻ പറഞ്ഞാൽ ചെറുതാവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മാതാപിതാക്കളുടെ സഹായം ആവശ്യമാണ്. അന്ന് നമുക്ക് വേണ്ടി ചെലവഴിക്കാൻ അവരുടെ കയ്യിൽ ഒരുപാട് സമയമുണ്ട്. എന്നാൽ അവർക്ക് പ്രായമാവുമ്പോൾ നേരെ തിരിച്ചാവുകയാണ് കാര്യങ്ങൾ. ആ സമയത്ത് അവർക്ക് നമ്മുടെ സഹായം ആവശ്യമാണെങ്കിൽ പോലും പറഞ്ഞ ഒരു വാക്ക് വളരെ പ്രധാനപ്പെട്ടതാ. നമ്മുടെ വളർച്ചയിൽ
നമുക്ക് വേണ്ടി ഒരുപാട് സമയം അവർ കണ്ടെത്തി നമുക്ക് തന്നു. പറഞ്ഞാട്ടെ. നമ്മുടെ സാന്നിധ്യം അവർ ഒരുപാട് ആഗ്രഹിക്കുന്ന ചില സമയങ്ങളുണ്ടാവും. ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് മുമ്പിലെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ ശബ്ദത്തിലൂടെ എങ്കിലും അല്ലെങ്കിൽ നമ്മൾ അവരുടെ കൂടെ ഉണ്ടെന്ന് ഒന്ന് അറിയിച്ചാൽ മാത്രം മതിയാവും. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിക്കാൻ കഴിയുന്നവരാണ് പ്രായമായ ആളുകൾ. അവർക്ക് കുഞ്ഞുങ്ങളുടെ മനസ്സാണെന്ന് നമ്മൾ പറയും. എന്നാൽ അതിനേക്കാളൊക്കെ ചെറിയ കുഞ്ഞുങ്ങളായി നമ്മൾ അവരുടെ മുമ്പിൽ മാറും. നമുക്കൊരിക്കലും അവരെ മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ടാണോ അറിയില്ല, അവർക്ക് നമ്മെ പക്ഷെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമ്മളിനി നമ്മുടെ തിരക്കാണ് അല്ലെങ്കിൽ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞാലും അത് സാരല്ല, നിന്റെ തിരക്കൊണ്ടല്ലേ. ഒരു കാര്യത്തിന് നമുക്ക് സമയം കിട്ടുന്നില്ല എന്ന് എപ്പോഴാണ് നമ്മൾ പറയുന്നത്? യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. അതിന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യത്തെ ആശ്രയിച്ചായിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് അതിനൊരു പ്രാധാന്യം കൊടുത്താൽ ഇഷ്ടം പോലെ സമയം കിട്ടും. അപ്പോൾ ഇങ്ങനെ പ്രായമായവർക്ക് ഏകാന്തത മാത്രമല്ല അവരുടെ പ്രശ്നം, ഞങ്ങളെ കേൾക്കാൻ ആരെങ്കിലും ഒന്ന് വേണം എന്ന് മാത്രമല്ല അവരുടെ പ്രശ്നം. ഈ മുതിർന്നവരൊക്കെ അവരുടെ ഒരു മനോഭാവത്തിൽ സാധാരണ പറയുന്ന ഒരു സംഗതി എങ്ങനെയാണെന്നറിയോ? മൈ യൂസ്ഫുൾനെസ് ഈസ് ഓവർ. എൻ്റെ ഉപയോഗമെല്ലാം തീർന്നു. എൻ്റെ ഉപയോഗം തീരുകയാണെന്ന് വരികിൽ പിന്നെ ഇനി എന്നെ എന്തിനു കൊള്ളാം അല്ലേ? അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവമുള്ള ഈ സീനിയർ സിറ്റിസൻസിനോട് നമുക്ക് എന്തെങ്കിലും അവർക്ക് കൊടുക്കാൻ ഒക്കുമോ? ടീച്ചറെ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും സർ. വേണ്ടിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വൃദ്ധരാവുന്നതിന് മുമ്പുള്ള സ്റ്റേജ് തന്നെ ഞാൻ പറയട്ടെ. നമ്മുടെ വീട്ടിലെ മാതാപിതാക്കൾ നമ്മൾ സ്കൂളോ കോളേജൊക്കെ വിട്ട് വരാനായിട്ട് കാത്തിരിക്കും. അമ്മമാർ ജോലിക്ക് പോകാത്തവരുണ്ടെങ്കിൽ, ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവർ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ പാക്ക് ചെയ്ത് നമുക്ക് തരും. പക്ഷെ നമ്മൾ ഈ കോളേജും സ്കൂളും ഒക്കെ വിട്ടിട്ട് ഒരു സമയത്തെ വീട്ടിലെത്തുള്ളൂ. അത് കഴിഞ്ഞ് അവരവിടെ വിവരങ്ങളൊക്കെ അറിയാനും നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ കാത്തു നിൽക്കുകയാണ്. പക്ഷെ നമ്മളപ്പോൾ മൊബൈൽ ഫോണിലും നമുക്ക് നമ്മുടേതായ തിരക്കും. ഇപ്പം തന്നെ ആ ഒരു ചിന്താഗതിയിൽ മാറ്റം വന്നാൽ ഇനി അവർ വൃദ്ധരാവുമ്പോൾ നമ്മൾ അവരെ നോക്കാൻ മനസ്സന്ന് വരും. നമ്മുടെ മനോഭാവത്തിൽ ഒരു മാറ്റം തുടങ്ങണമെന്നുള്ള വളരെ ശരിയായിട്ടുള്ള സംഗതിയാണ്. യെസ്, എനിക്ക് പറയാനുള്ളൊരു കാര്യം, എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആരുടെയും പാരൻസ് വൃദ്ധരെന്ന് പറയാൻ മാത്രം പ്രായമുള്ളവരായെന്ന്. നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുള്ളൂ. ബാക്കിയെല്ലാവരും മധ്യവയസ്കർ അല്ലെങ്കിൽ ഒരു 10-60 വയസ്സ് ആ ഒരു ലെവലിൽ നിൽക്കുന്നവരാണ്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും നമ്മുടെ പാരൻസ് നമ്മൾക്ക് വേണ്ടി സമയം ചെലവഴിക്കും. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് അവർ പരിപാലിക്കും, അവർ നമ്മുടെ പാരൻസാണ്. പക്ഷെ അത് കണ്ടിട്ട് ഒരിക്കലും നമ്മൾ തിരിച്ച് അവർ പ്രായമാകുമ്പോൾ അവരെ സഹായിക്കണമെന്നില്ല. മറിച്ച് നമ്മുടെ പാരൻസ് നമ്മുടെ ഗ്രാൻഡ് പാരൻസിനെ അവരെങ്ങനെ നോക്കുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ നാളെ തിരക്കിലാവുന്ന ഒരു സമയത്ത് നമുക്ക് കുട്ടികളും ബാക്കി അത്യാവശ്യങ്ങളും തിരക്കുകളും ഉള്ളപ്പം നമ്മുടെ പാരൻസിന് വേണ്ടി, വൃദ്ധരായ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ സമയം മാറ്റിവെക്കുക. നമ്മളും നമ്മുടെ കുട്ടികളെ നന്നായിട്ട് നോക്കും, അവർക്കെല്ലാം വാങ്ങിച്ചു കൊടുക്കും, നമ്മൾ സമയം സ്പെൻഡ് ചെയ്യും. പറഞ്ഞ വലിയൊരാശയമാണ്. അദ്ദേഹം നമ്മളോട് എന്തുമാത്രം നമ്മുടെ മാതാപിതാക്കൾ ഇടപെടുന്നു എന്നുള്ളത് പോലെ തന്നെ അവരുടെ പേരൻസിനോട് അവരെങ്ങനെ ഇടപെട്ടിരുന്നു എന്നുള്ളതും നമ്മുടെ മനസ്സിൽ പതിയും. ആ പതിച്ചിലാണ് പിന്നീട് നമ്മുടെ സ്വഭാവത്തിലും മനോഭാവത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്നവരോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പല ആളുകൾക്കും പല രീതിയിലുള്ള ഡിസബിലിറ്റികൾ ഉണ്ടാകാം. അത് സാമ്പത്തിക ഡിസബിലിറ്റി ആകാം, സ്പിരിച്വൽ ഡിസബിലിറ്റി ആകാം, മെൻ്റൽ ഡിസബിലിറ്റി ആകാം, ഫിസിക്കൽ ഡിസബിലിറ്റി ആകാം. ഏത് രീതിയിലുള്ള ബലഹീനത വന്നാലും ആ ബലഹീനതയിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്, അതിൻ്റെ പിറകിലുള്ള മനുഷ്യൻ്റെ വ്യക്തിത്വത്തിലേക്കാണ്, ആ മനുഷ്യനിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോഴാണ് അവരോടുള്ള നമ്മുടെ മനോഭാവത്തിൽ മാറ്റമുണ്ടാകുന്നത്. ഇതിനോടനുബന്ധിച്ചാണല്ലോ നമ്മൾ പറഞ്ഞത്, നമ്മുടെ മുതിർന്ന പൗരന്മാർ, നമ്മുടെ മാതാപിതാക്കൾ, വല്യപ്പച്ചന്മാർ, വല്യമ്മമാർ, അവരോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്തായിരിക്കണം എന്നുള്ളത്. അപ്പം നിങ്ങൾ മുഖാന്തരം അവർക്കുണ്ടാകേണ്ട ഒരു കാഴ്ചപ്പാട്, അവബോധം, വി ആർ സ്റ്റിൽ യൂസ്ഫുൾ, ഞങ്ങളുടെ ഈ ഓൾഡ് ഏജിലും ഞങ്ങൾ പ്രയോജനമുള്ളവരാണ് എന്നുള്ളൊരു ബോധ്യം നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കണം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വലിയ പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞതായുള്ള കാര്യങ്ങൾ വെറും ചർച്ചയ്ക്ക് വേണ്ടി അല്ല, അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള വലിയ ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്കുണ്ടാകണം. അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ് വരുമ്പോൾ നമ്മൾ പ്രയോജനമുള്ളവരായി തീരും. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ
പങ്കാളികളാകാൻ സാധിക്കും. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. നമുക്ക് സ്പീഡ് എന്ന് പറയുന്നത് വലിയൊരു ആവേശമാണ്. എന്നാൽ ഈ ആവേശം പലപ്പോഴും നമ്മെ തന്നെ ഇല്ലാതാക്കുമോ എന്നൊരു ഭയം അതിൻ്റെ പിറകിലുണ്ട്. ഇടതുവശം ചേർന്ന് വാഹനം ഓടിക്കുന്ന നിയമത്തിൽ ആദ്യമേ പറയും ആരും ചെയ്യാം. ബൈക്ക് റേസിംഗ് നമുക്ക് വ്യക്തിപരമായിട്ട് ത്രില്ലൊക്കെ ഉണ്ടാക്കുമെങ്കിലും ആ ബൈക്ക് റേസിംഗ് സമൂഹത്തിന് എങ്ങനെ ദോഷം ഉണ്ടാക്കുന്നതാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. ഒരു സാധനത്തിന് പുറകിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഫസ്റ്റ് റേസ് തുടങ്ങുന്നത്. നമ്മുടെ ബ്ലഡിലുള്ളതാണ്, നമ്മുടെ DNA യിലുള്ളതാണ്. രണ്ട് വീലുള്ള സാധനം ഓടിക്കുന്ന ഈസ് ഡേഞ്ചറസ്. ഒക്കെ ത്രില്ലുണ്ടാവുന്ന വെൻ ഇറ്റ്സ് ഡേഞ്ചറസ്. നമ്മുടെ ലൈഫിന് ത്രെട്ടനിങ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ജീവിച്ചിരുന്നുകൊണ്ട് ചെയ്യുമ്പോഴാണ് ഇവരുടെ കുഴപ്പമല്ല, ഇവരുടെ ഒരു പ്രായത്തിൻ്റെ കുഴപ്പമാണ്. ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഒരു മനസ്സിലൊരു ധാരണ, എങ്ങനെ മറ്റുള്ളവരുടെ ശ്രദ്ധ എനിക്ക് പിടിച്ചു പറ്റണം, ആ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ വേണ്ടി കാണിക്കുന്ന ഒരു പരാക്രമമായിട്ട് നമുക്ക് ഇതിനെ കണ്ടാൽ മതി. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദ പ്രൊഡ്യൂസർ, വൈറ്റ് ടിപ്സ്, ശാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്, കേരള, ഇന്ത്യ. പിൻ 673528. ഇമെയിൽ shalomwhitetips@gmail.com.